നമ്മൾ കയ്യിൽ നിന്ന് വെച്ച് കൊടുക്കരുത്. ഇത് വേണ്ട നല്ല ഫോഴ്സിൽ. അടിപൊളിയല്ലേ? കരിക്കരുത്, അതൊന്നും ചെയ്യത്തില്ല. ആകട്ടെ. ഇഷ്ടം പോലെ ഇതിനകത്ത് ഒരുപാട് സുഖമില്ലാത്തതുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു മരത്തിൻ്റെ ഭംഗിയുണ്ട്. നമ്മൾ പെയിൻ്റ് അടിച്ച് വരച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് യൂക്കാലി മരമോ. അതിൻ്റെ മണമുണ്ട് ശരിക്കും അല്ലേ? കണ്ടോ അപ്പുറത്തുള്ള മരങ്ങളൊക്കെ കണ്ടോ, അടിപൊളി. കണ്ടോ പക്ഷേ മേപ്പോട്ടുള്ളതൊക്കെ എനിക്കൊന്ന് ഉണങ്ങി നിൽക്കുന്നു കേട്ടോ. സത്യത്തിൽ ഊട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ മനോഹരമായ, പ്രത്യേകിച്ച് നമ്മൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഊട്ടി. നല്ല മണമുണ്ടോ അങ്ങോട്ട്? ഊട്ടിയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു പ്ലേസിലാണ്. ഇത് നോക്കിയോളൂ, ഡിബേറ്റ് കിങ്ഡം. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് വിവിധ തരം പക്ഷികൾ മറ്റ് കാര്യങ്ങളുണ്ട്, നമുക്ക് ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ടിക്കറ്റിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 200 ആണ് ഒരാൾക്ക്. 5 പേർക്ക് 1000. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാം. ഇതാണ് 5 പേരെ, ഞങ്ങൾ 5 പേരെ. ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ ടാഗ് അടിച്ച് തരുന്നുണ്ട്. നമുക്കും കിട്ടി എത്തരത്തിലുള്ള ടാഗ്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ ദൈവമേ എന്തോ സൗണ്ട് ഇവിടെ എല്ലാം. അതെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്തൊക്കെ സൗണ്ട്. ഇത് നമ്മുടെ താറാവും. എവിടെ? അത് കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്തൊരു സംഭവം ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. എന്തോ കോഴിയോ? ഈ ഒരു കോഴിയെ കണ്ടോ? അതിൻ്റെ വാല് നോക്കിയില്ലേ, കോഴിയുടെ വാല് നോക്കി. അടിപൊളി. ഇങ്ങനുണ്ട് ഇങ്ങനുണ്ട്. അവിടെ ഇവിടെ ഒരു കിളി. എന്ത് അല്ല, അതിൻ്റെ വ്യത്യാസം എനിക്ക് തോന്നുന്നു മെയിലും ഫീമെയിലും അതില്ലേ. ഇത് ഫീമെയിലാണ്, ഇത് ഫീമെയിലാണ്. എന്നെ പറഞ്ഞു വിവിധ തരം. അത് തന്നെ. വാ നമുക്കിവിടെ ഫീഡ് ചെയ്യാം. കടിക്കാനടാ, നമുക്ക് ഫീഡ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഫീഡ് ചെയ്യാം. കണ്ടോ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ തയ്യാറുണ്ടോ. ഇങ്ങനെ ഫുഡൊക്കെ ഇഷ്ടംപോലെ പപ്പകൾ. അയ്യോ ഇത് രസമുണ്ട് ഇതിനെ കാണാൻ. നോക്ക്. അത് തന്നെ നോക്കി. അടിപൊളിയില്ലേ? കടിക്കുന്നു, കയ്യെ കടിക്കുന്നു. നോക്കി ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടോ? ഇതെന്തോ സുഖമില്ലാത്ത കേട്ടോ. ഇതിന് സുഖമില്ലാത്ത. അങ്ങനെ തുടരുത്. പതുക്കെ കൈ കൊണ്ട് അങ്ങോട്ട് ഇപ്പുറം നീ. ഇത് കണ്ടോ, ഇതൊരു കോഴി. എന്തൊരു കോഴിയത്? നാച്ചുറലായിട്ടുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഇതിനകത്തെല്ലാം വിവിധ തരം കിളികൾ. എങ്ങോട്ട് പോളെ? ഇതിന് പിന്നെ ഇക്കളാവത്തില്ലയോ? നോക്കട്ടെ പിടിയാണോ? ഇല്ലേ? കൈ വലിക്കരുത്, അതൊന്നും ചെയ്യത്തില്ല. നോക്കട്ടെ. അടിപൊളിയല്ലേ? പേടിയാ പേടി ആഹാരം കൊടുക്കുന്നത്. കൈ വലിക്കരുത് കേട്ടോ, ഒന്നും ചെയ്യത്തില്ലത്. കൈ ഇതുകൊണ്ട് അവിടോട്ടൊന്നും നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാം. ഞാനോടും ചോദിച്ചു നോക്കട്ടെ. എൻ്റെ കൈ വന്നു. അടിപൊളി. അയ്യടാ കുഞ്ഞേ,
നോക്കി ഇത് നോക്കി നോക്ക് തിന്നു ഇത് നോക്ക് കൊള്ളാം കേട്ടോ. അയ്യോ വെയിറ്റേ ഇല്ല പാവം. നോക്ക് എപ്പോഴും ഓടി വന്നു. ആ അവിടെ കയറി നോക്ക് കയ്യിൽ ആഹാരം വെച്ചോണ്ടിരിക്കണം. ചവിട്ടല്ലേ ഇത് താഴെ ഇരിപ്പുണ്ട്. ഇനി ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്ത സെക്ഷൻ. എല്ലാ സെക്ഷനിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ബേഡ്സുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലുണ്ട് ഇവിടെ. തറയിലൊക്കെ നടക്കും. നമ്മൾ തറയിൽ നടക്കുമ്പോഴേ സൂക്ഷിച്ച് നടക്കണം. അറിയാതെ ഇതിനെയൊക്കെ കയറി ചവിട്ടിക്കളയും. ഇഷ്ടംപോലെ ഇതിന് തറയൊക്കെ ഉണ്ട് കേട്ടോ. കിങ് ഇതായിരിക്കുന്നു കിങ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്തുള്ള. അപ്പോൾ ഇപ്പോൾ ഊട്ടി വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് മനസ്സുകൊണ്ടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന സന്തോഷം തോന്നുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാം. ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് വന്നുണ്ട് അവർ നമുക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യകാന്തിയുടെ അരിയാണെന്ന് തോന്നുന്നു അത് തരും. അപ്പോൾ അത് നമ്മളിങ്ങനെ എല്ലാം പോയി കേട്ടോ. ഒരുപാടുണ്ട്. എനിക്കിത് കണ്ട് ഇഷ്ടപ്പെട്ട സംഭവം ശരി തന്നെ. പക്ഷെ എങ്കിലും എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു, ഇതിനകത്ത് ഒരുപാട് സുഖമില്ലാത്തതുണ്ട് കേട്ടോ. ഇതിനി എന്താണ്, ഈ ചൂട് കൊണ്ടാണോ എന്നും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ബേഡ്സുകളൊക്കെ വളരെ എന്താ പറയുക അസുഖം ബാധിച്ച പോലെയൊക്കെ ഇരിക്കുന്നു. ചിലർ നിങ്ങൾ ഉറങ്ങുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. ഓ അതിൻ്റെയൊക്കെ കളർ നോക്കി എന്തൊരു ഭംഗിയാണ് നോക്കി. ഓണുണ്ടോ അതിൻ്റെ കളർ കണ്ടോ? ഞാനത് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. എന്തൊരു കളറായി പെയിൻ്റ് അടിച്ച് പോകുന്നത്. ഇനി അടുത്ത സെക്ഷൻ എനിക്ക് തോന്നുന്നു ഫിഷാണെന്ന് തോന്നുന്നു. അത് ഫീഡ് ചെയ്യാനുള്ള ഒരു ഫുഡ് തന്നിട്ടുണ്ട്. നോക്കാം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ അക്വേറിയം ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. അവിടെ അതുകൊണ്ട് അവിടെ വിട്ടാം. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ പേരെന്താണ്? നമ്മുടെ കോഴിക്കാർപ്പ്. ഇതാണ് കോഴിക്കാർപ്പ്. അതെ കോഴിക്കാർപ്പ്. അയ്യോ അയ്യോ അയ്യോ. ഇവിടെ കുറേ കോഴിക്കാർപ്പുണ്ട്. അതിനെ ഫീഡ് ചെയ്യാനും വേണ്ടിയുള്ള കുറച്ച് ഫുഡ് നമുക്ക് തരും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ നമുക്ക് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. ചെമ്മരിയാട്, പിന്നെ വിവിധ ഇനം കോഴികൾ, കുറുങ്കാലി കോഴികൾ, ഇത് നമ്മുടെ മുയൽ, പിന്നെ ഇവിടെ ഇവിടെ വിവിധതരം കോഴികൾ, മറ്റു കാര്യങ്ങളൊക്കെ, ടർക്കിയും നാടനും. ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഒട്ടകപ്പക്ഷി ഇത് 2 ഉണ്ടല്ലേ. വേണ്ട ഇതിന് ഫീഡ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ട നമ്മൾ കയ്യിൽ നിന്ന് വെച്ച് കൊടുക്കരുത്. ഇത് വേണ്ട നല്ല ഫോഴ്സിലാണ് ഇതിങ്ങനെ കൊത്തുന്നത് കണ്ട ആഹാരം എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇവരെ കൊടുക്കുന്നുണ്ടോ? വാങ്ങിച്ചു കൊടുത്തു. ആ പാത്രം വാങ്ങിച്ചിട്ട് കഷ്ടം അതിനെടുക്കാൻ പാടുക കേട്ടോ. അത് കുളങ്ങനെ എടുത്താൽ മതി. അതുകൊണ്ട് കൈകൊണ്ട് എന്താ പറയുക ഡയറക്റ്റ് ഫീഡ് ചെയ്യരുത്, അത് ഡേഞ്ചറാണ്. ഞങ്ങളുടെ അച്ചു ഇങ്ങനെ ഫീഡ് ചെയ്യാൻ നിൽക്കുക. നോക്കട്ടെ 2 പേരോട്. അതാ കൊണ്ടോ ആ ഒരു ഫോഴ്സിൽ അതിങ്ങനെ കൊത്തുന്നത്. അപ്പം പിന്നെ കൈ വെച്ച് കൊടുത്താൽ ദിവസേ. ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ട്രക്കിങ്ങിന് വേണ്ടി അച്ചു ഇവിടെ അങ്ങോട്ടും ഇതുപോലെ നിൽപ്പുണ്ടാവും. പക്ഷേ അന്നേരം ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത്, ഇവിടെ കംപ്ലീറ്റ് കണ്ടോ ബീട്രൂട്ട് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേ ചാക്ക് കണക്കിന്
അതുകൊണ്ട് അച്ഛൻ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാം, അതിൻ്റെ വീഡിയോ എടുക്കാം. കണ്ടോ, അവർക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുക. ഇതാണ് വണ്ടി. അപ്പോൾ അങ്ങനെ അച്ചു സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അഡ്വഞ്ചർ ലാൻഡിൻ്റെയൊക്കെ ഇത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയും. ഊട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് മഞ്ചനക്കുരൈ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടുപുറേ ട്രെയിൻ ഇങ്ങനെ പോകുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ റെയിൽവേ പാളം. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു തലയ്ക്ക് മുകളിൽ കാണുന്ന കുറേ വീടുകൾ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് മൊത്തത്തിൽ നല്ല തേയിലത്തോട്ടം, നല്ല അടിപൊളി തേയിലത്തോട്ടം ഏരിയകളൊക്കെ കണ്ടോ. ഹായ്.